ഇവിടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോവുകയാണ്. ഇത് നോട്ടീസ് ചെയ്ത ടീച്ചറും അവൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ച് സ്കൂളിൽ തന്നെയുള്ള ഡോക്ടറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഡോക്ടറും ചെക്ക് ചെയ്തിട്ട് അവൾ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. ഇതറിഞ്ഞ പ്രിൻസിപ്പളും അവളുടെ അമ്മയെ വിളിപ്പിച്ച് മകൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയുന്നു. ഇതറിഞ്ഞ അമ്മയാണെങ്കിൽ മകളോട് ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. എന്റെ കൺമുമ്പിൽ നീ വരരുത്, എവിടെയെങ്കിലും പോയി തരാനൊക്കെ പറയുന്നു. പക്ഷെ അപ്പോഴും കുട്ടിക്ക് അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കുട്ടിയും അവളുടെ അച്ഛനെ വിളിക്കാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവളെ ആരും അതിന് സമ്മതിക്കുന്നുമില്ല. സ്കൂൾ മാനേജ്മെന്റും അവളെ പ്രഗ്നന്റ് ആക്കിയത് അവളുടെ അച്ഛൻ തന്നെയാണെന്ന് പറയുന്നു. കാരണം അവളുടെ അമ്മയും അച്ഛനും പിരിഞ്ഞിരിക്കുന്ന സമയത്ത് മകൾ അച്ഛന്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. സ്കൂളിലും അവളുടെ അച്ഛനെ വിളിച്ചു വരുത്തി മകളുടെ കാര്യം പറയുമ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാഫ് ആരും അറിയാതെ അച്ഛന്റെ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് സ്വന്തം അച്ഛനാലെ മകൾ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വൈറലാക്കുന്നു. കുട്ടിയുടെ അമ്മയും അവളുടെ അച്ഛനെ ഒന്ന് കാണിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അതേസമയം പോലീസും അയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു നല്ല ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ അച്ഛന്റെ മേലെ ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കി അയാളെ വെറുതെ വിടുന്നു. ആ ഇൻസ്പെക്ടറും നേരെ സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനോട് പറയുന്നു, നിങ്ങളാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഒരു തെളിവുമില്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നു. ഒരച്ഛനും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും പ്രിൻസിപ്പളും വിയർക്കാൻ തുടങ്ങി. എന്നാൽ ആ പോസ്റ്റ് ഉണ്ടാക്കിയ സ്റ്റാഫ് തന്നെയായിരിക്കും ആ കുട്ടിയെ പ്രഗ്നന്റ് ആക്കിയത്. ഇതറിഞ്ഞ അവളുടെ അച്ഛനും അയാളെ കടത്തിക്കൊണ്ടുപോയി കൊന്നുകളയുകയാണ്. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അച്ഛൻ അത് ശരിയാക്കുമെന്നറിയുന്ന കുട്ടി അച്ഛനോട് മാത്രം അവൾ അയാളെ പറ്റി പറഞ്ഞിരുന്നു. അവസാനം മകളുടെ വിശ്വാസത്തെ അച്ഛൻ കാക്കുകയാണ്. അച്ഛന്റെ നിയമത്തിന് മുമ്പിൽ അയാൾ രക്ഷപ്പെടില്ല എന്ന് മകൾക്ക് ഉറപ്പായിരുന്നു. അമ്മ സത്യവും അച്ഛൻ വിശ്വാസവുമാണ്. ഈ അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് പറയുന്നവർ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.